നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 പുസ്തകത്തിൽ അവസാനം ചേർത്തിരിക്കുന്ന സപ്ലിമെൻ്ററി മെറ്റീരിയൽ, അതിൽ ട്രിഗണോമെട്രിയുടെ കുറച്ച് പോർഷൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സപ്ലിമെൻ്ററി മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് പോർഷൻസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആ പോർഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു ട്രയാങ്കിൾ ഒന്ന് പരിചയപ്പെടാം. ഇത് ട്രയാങ്കിൾ ABC ആണ്. ഈ ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ആണ്. താണ്ടേ ആദ്യത്തെ ആംഗിൾ, ഇത് നമ്മൾ ആംഗിൾ A എന്നാണ് പറയുക. ഇത് ABAC, ആ 2 സൈഡുകൾക്കിടയിൽ ട്രയാങ്കിളിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിളാണ് ഈ ആംഗിൾ. ഇതിനെയാണ് നമ്മൾ ആംഗിൾ A എന്ന് പറയുക. അത് കണക്കാണ് Bയും Cയും. B എന്ന ആംഗിൾ BCBA, ആ 2 സൈഡുകൾക്കിടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ B. CB ആൻഡ് CA, ആ 2 സൈഡുകൾക്കിടയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ C. ഇനി ഇതിൻ്റെ A എന്ന വെർട്ടെക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? BC. ആ BC എന്ന സൈഡിനെയാണ് നമ്മൾ സ്മോൾ a എന്ന് പറയുന്നത്. അതേപോലെ B എന്ന വെർട്ടെക്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് AC, അതിനെ നമ്മൾ സ്മാൾ b എന്ന് ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ C എന്ന വെർട്ടെക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് AB, അതിൻ്റെ ലെങ്താണ് സ്മോൾ c. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ സ്മോൾ a, സ്മാൾ b, സ്മാൾ c എന്നത് അതിൻ്റെ 3 സൈഡുകളെയാണ് ഡിനോട്ട് ചെയ്യുക. സ്മാൾ ഏത് സൈഡാണ്? BC. സ്മാൾ b ഏത് സൈഡാ? AC. സ്മാൾ c ഏത് സൈഡാണ്? AB. തെറ്റിപ്പോകരുത്. അപ്പോൾ ഈ സ്മാൾ ലെറ്റേഴ്സ് ABC എന്നത് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡിൻ്റെ ലെങ്തിനെ ഡിനോട്ട് ചെയ്യും. സ്മാൾ a BC ആണ്, സ്മാൾ b AC ആണ്, സ്മാൾ c എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC കാണുമ്പോൾ അതിനെ ആംഗിളായിട്ടും സ്മാൾ ലെറ്റേഴ്സ് ABC കാണുമ്പോൾ അതിനെ ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡിൻ്റെ ലെങ്തായിട്ടും വേണം നിങ്ങൾ കണക്കാക്കാനായിട്ട്. ഇനി ഈ ടോപ്പിക്കിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സൈൻ ഫോർമുലയാണ്. എന്താണ് സൈൻ ഫോർമുലയെന്ന് നമുക്ക് നോക്കാം. sin A by A is equal to sin B by B is equal to sin C by C. അതിൽ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C ഈ 3 ആംഗിൾസ് ആണ്. സ്മോൾ a, സ്മോൾ b, സ്മോൾ c അതിൻ്റെ 3 ഈ സൈഡുകളാണ്. ഈ ഫോർമുലയ്ക്കാണ് സൈൻ ഫോർമുല എന്ന് പറയുന്നത്. sin A by A ഈക്വൽ ടു sin B by B ഈക്വൽ ടു sin C by C. നമുക്കിതിനെ തിരിച്ചും പറയാം. എങ്ങനെ തിരിച്ചു പറയാം? റെസിപ്രോക്കലായിട്ട് തിരിച്ചു പറഞ്ഞാൽ A by sin A ഈസ് ഈക്വൽ ടു B by sin B ഈസ് ഈക്വൽ ടു C by sin C. ഇത് 3ഉം ഈക്വൽ ആയതുകൊണ്ടേ ഇത് 3നും കൂടെ ചേർത്ത് K എന്ന് പേര് കൊടുത്താൽ ഈ A by sin A ഈസ് ഈക്വൽ ടു K ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. A by sin A ഈസ് ഈക്വൽ ടു K എന്നെടുത്താൽ അതിന് ഈ സ്മാൾ എയുടെ വാല്യൂ കാണാൻ ഈ സൈൻ എയും ഈ കെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സ്മാൾ എ സമം K സൈൻ എ. ഇവിടുന്ന് സ്മാൾ ബി, അത് കാണാൻ ഈ സൈൻ ബിയും കെയും കൂടി ഇൻറ്റു ചെയ്താൽ സ്മാൾ ബി സമം K സൈൻ ബി. അതേപോലെ സിയുടെ വാല്യൂ കാണാൻ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി, K സൈൻ സി. ഈ 3 റിസൾട്ടുകളാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുക. സ്മാൾ എ സമം K സൈൻ എ, സ്മാൾ ബി സമം K സൈൻ ബി, സ്മാൾ സി സമം K സൈൻ സി. ഈ 2 കാര്യങ്ങളൊന്നുകൂടെ. വടി സൈൻ ഫോർമുല sin A by A ഈസ് ഈക്വൽ ടു sin B by B ഈസ് ഈക്വൽ ടു sin C by C. അതിൽ നിന്ന് സ്മാൾ എ സമം K സൈൻ എ, സ്മാൾ ബി സമം K സൈൻ ബി, സ്മാൾ സി സമം K സൈൻ സി. ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് കൊസൈൻ ഫോർമുലയാണ്. കൊസൈൻ ഫോർമുലയിലെ ഫസ്റ്റ് ഫോർമുല ഇതാണ്. A സ്ക്വയർ ഈസ് ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് E സ്ക്വയർ മൈനസ് 2BC കോസ് എ. എന്താ നമുക്ക് നോക്കാം. ഇതാണ് A. ഈ എയുടെ സ്ക്വയർ എന്ന് പറയുന്നത്
അതിൻ്റെ ബാക്കി രണ്ട് സൈഡുണ്ടല്ലോ, ബിയും സിയും. ആ ബിയുടെ സ്ക്വയർ പ്ലസ് സിയുടെ സ്ക്വയർ മൈനസ് 2b ഇൻറ്റു സി. എന്നിട്ട് ആ ബിയും സിയും തമ്മിൽ താണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഏത്? എ. ആ എയുടെ കോസാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഒരു സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡ് ബിയും സിയുമാണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് 2bc. ആ ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിൻ്റെ കോസുമാണ് ഇവിടെ വന്നിരിക്കുക. ഈ ഫോമുലയൊന്ന് ബൈഹാർട്ട് ചെയ്യണം. എ സ്ക്വയർ ഈസിക്കൽ ടു ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് 2bc കോസ് എ. അത് എഴുതാൻ എളുപ്പമാണേ. ഇവിടെ എ സ്ക്വയറിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ ബിയും സിയുമാണ്, ഇവിടെ അങ്ങ് എ ഇല്ല. ആ എ പിന്നെ വരുന്ന എവിടെ? കോസിൻ്റെ ആംഗിളായിട്ടാണ്. ഈ ലെറ്റർ ഇവിടെ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് വരും. ഇത് എഴുതുന്ന രീതി ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. ഇതുപയോഗിച്ച് നമുക്ക് ബി സ്ക്വയർ എന്ന് പറഞ്ഞാലോ, എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് 2ac കോസ് ബി. നാട്ടെ, ഇവിടെ ബി സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എ സ്ക്വയറും സി സ്ക്വയറും, ഇവിടെ എയും സി നടുക്ക് മൈനസാണ്, എയും സിയും. ഇവിടെ സ്മാൾ ബി ആയപ്പോൾ ഇവിടെ എന്ത് വന്നു? ക്യാപിറ്റൽ ബി ആയി. അതേപോലെ സി സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. ഈ മൂന്ന് ഫോമുലകൾ കാണാതെ പഠിക്കണം. ഇതാണ് കൊസൈൻ ഫോമുല എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് ഫോമുലയിൽ നിന്ന് കോസ് എ വേണ്ടി വരും. ഈ ഫസ്റ്റ് ഫോമുലയിൽ നമ്മൾ കോസ് എ എഴുതിയാൽ ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc എന്ന് വരും. ഈ രണ്ടാമത് ഫോമുലയിൽ നിന്ന് കോസ് ബി എഴുതിയാൽ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac വരും. മൂന്നാമത്തെ ഫോമുലയിൽ നിന്ന് കോസ് സി എഴുതിയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ബൈ 2ab. ഈ മൂന്ന് റിസൾട്ട് കൂടി കാണാതെ പഠിക്കണം. അതിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഒരെണ്ണം പഠിച്ചാൽ ബാക്കി രണ്ടും നമുക്ക് അതേപോലെ എഴുതാൻ പറ്റും. കോസ് എ കാണാൻ സ്മാൾ ബി സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ബിയും സിയും തന്നെ ഇവിടെ ബി സി ആയിട്ട് വരും. ഇവിടെ ക്യാപിറ്റൽ എ ആണെങ്കിൽ ഇവിടെ സ്മാൾ എ ആണ് വന്നിരിക്കുക. അതേപോലെയാണ് ബാക്കി രണ്ടിലും. ഇത്രയും റിസൾട്ടുകൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സൈൻ ഫോമുലയിലും കൊസൈൻ ഫോമുലയിലും ഈ പറഞ്ഞ ഫോമുലകളൊന്ന് നല്ലതുപോലെ കാണാതെ പഠിക്കണം. അതേപോലെ ഇത് രണ്ടിൻ്റെയും പ്രൂഫ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, 3 വരിയേ ഉള്ളൂ. അതുകൂടി നിങ്ങളൊന്ന് എഴുതി പഠിക്കണം. സൈൻ ഫോമുലയുടെയും കൊസൈൻ ഫോമുലയുടെയും പ്രൂഫ് കൂടി നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. ഈ റിസൾട്ടുകൾ കാണാതെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാവൂ. ഈ ഫോമുലകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ അതിൻ്റെ പ്രോബ്ലംസിലേക്കാണ്. ക്വസ്റ്റ്യൻ: ഇൻ എ ട്രയാങ്കിൾ ABC, ഇഫ് A ഈസ് ഈക്വൽ ടു 18, B ഈക്വൽ ടു 24, C ഈക്വൽ ടു 30. ആ സ്മാൾ ലെറ്റേഴ്സ് എന്താണെന്നറിയാമല്ലോ. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡിൻ്റെ ലെങ്താണ്. സ്മാൾ എ 18 ആണ്, B 24, C 30. ഫൈൻഡ് കോസ് ബി ആൻഡ് സൈൻ ബി. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ പറഞ്ഞ ഫോമുലകളെല്ലാം ബൈഹാർട്ട് ചെയ്തിട്ടേ ഇതിൻ്റെ പ്രോബ്ലം പഠിച്ചു തുടങ്ങാവൂ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. നമുക്ക് എന്തൊക്കെയാണ് കാണണ്ടേ? കോസ് ബി കാണണം, സൈൻ ബി കാണണം. ആദ്യം നമുക്ക് കോസ് ബി കാണാം. കോസ് ബി കാണുന്ന ഫോമുല നേരത്തെ പറഞ്ഞ ഫോമുലയാണ്. എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. ഇത്രയേ ഉള്ളൂ. ആ ഫോമുലയ്ക്കകത്തേക്ക് എയ്ക്ക് 18 കൊടുക്കണം, ബിക്ക് 24 കൊടുക്കണം, സിക്ക് 30 കൊടുക്കണം. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എയ്ക്ക് 18 കൊടുത്താൽ 18ൻ്റെ സ്ക്വയർ, സിക്ക് 30 കൊടുത്താൽ 30 സ്ക്വയർ, ബിയുടെ വാല്യൂ 24, 24ൻ്റെ സ്ക്വയർ ബൈ 2ac, 2 × 8 × 30. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ വരും? 3/5. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ആ ഫോമുല പഠിക്കുന്നതാണ് ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഏക മാർഗം. അത് നന്നായിട്ടൊരു 2-3 പ്രാവശ്യം വായിച്ച് എഴുതി പഠിച്ചാൽ മതിയാകും. അപ്പോൾ കോസ് ബിയുടെ ഫോമുല എഴുതി അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സൈൻ ബി കാണാം. സൈൻ ബി കാണാൻ ഏതാ ഫോമുല? √1 - cos സ്ക്വയർ ബി. കാരണം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. അതിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ 1 - cos സ്ക്വയർ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ കാണാൻ √1 - cos സ്ക്വയർ തീറ്റ അതായി നടന്നിരിക്കുന്നത്. അപ്പോൾ സൈൻ ബി √1 - cos സ്ക്വയർ ബി.
അതിൽ കോസ് ബിയുടെ വാല്യൂ നമുക്ക് 3/5 എന്ന് കിട്ടിയില്ലേ. ദാ ഈ കോസ് ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 3/5. അപ്പോൾ √1 മൈനസ് ദാ ഈ കോസ് ബിയുടെ അവിടെ 3/5 കൊടുത്താൽ 3/5ൻ്റെ സ്ക്വയർ. 3യുടെ സ്ക്വയർ 9, 5ൻ്റെ സ്ക്വയർ 25. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 16/25. റൂട്ട് എടുത്താൽ 4/5. ഇതാണ് കോസ് ബിയും സൈൻ ബിയും. വീണ്ടും പറയുന്നു, ഈ ഫോമുലകൾ ബൈഹാർട്ട് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഫോർ എനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് എ ഇൻറ്റു ബി കോസ് സി മൈനസ് സി കോസ് ബി സമം ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഈ റിസൾട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ ഇതിൻ്റെ LHS എടുക്കുന്ന ഇതാണ് LHS. ആ LHS എടുത്തു. എ ഇൻറ്റു ബി കോസ് സി മൈനസ് സി കോസ് ബി. എന്നിട്ടേ ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന എ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എ കൊണ്ട് ആദ്യം ബി കോസ് സിയെ ഗുണിച്ചാൽ എ ബി കോസ് സി. എന്നിട്ട് എ കൊണ്ട് സി കോസ് ബിയെ ഗുണിച്ചാൽ എ സി കോസ് ബി. ഇതാണ് ആദ്യത്തെ ജോലി. എ കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് വേണമെന്നറിയാമോ? എന്നാട്ടെ ഇവിടെ ഒരു കോസ് സി നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ ഫോമുല നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ കോസ് ബി അതിൻ്റെയും ഫോമുല നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കോസ് സിക്കും കോസ് ബിക്കും അതിൻ്റേതായ ഫോമുലകൾ എഴുതിയാൽ മതി. നമ്മൾ എഴുതാൻ പോവാ. നോക്ക്, എ ബി അതേപോലെ എഴുതി. എന്നിട്ട് കോസ് സിക്ക് പകരം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. ഇവിടെ അത് കണക്ക്. കോസ് ബിക്ക് പകരം എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. അപ്പോൾ ഈ കോസ് സിയുടെ ഫോമുല എഴുതി ബ്രാക്കറ്റ് കൂടെ കൊടുത്തന്നേ ഉള്ളൂ. ഇവിടെ കോസ് ബിയുടെ ഫോമുല എഴുതി അതിനും ബ്രാക്കറ്റ് കൊടുത്തു. ഈ എ ബിയും ഈ എ സിയും അതേപോലെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്ടോ. ഇവിടുന്ന് എ ബി ദാ ഇവിടുന്ന് എ ബി ക്യാൻസലായി. ഇവിടുന്ന് എ സിയും ദാ ഈ 2ac-യിലെ എ സിയും ക്യാൻസലായിപ്പോയി. ഇനി ഇതാ എന്തൊക്കെ ഇവിടെ ബാക്കിയുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ബാക്കിയുണ്ട്? ദാ ഇവിടെ ഡിനോമിനേറ്റർ 2 കണ്ടില്ലേ? ഇവിടെയും ഡിനോമിനേറ്റർ 2 ഉണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് 1/2 ഇനി പുറത്തെടുക്കാം. ദാ 1/2 പുറത്തെടുത്തു. ഡിനോമിനേറ്ററിലാണ് 2, അതുകൊണ്ടാണ് നമ്മൾ 1/2 ആയി പുറത്തെടുത്തത്. ഇനി ഇവിടെ മുകളിൽ എന്തുണ്ട്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അതേപോലെ എഴുതിയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇവിടെ ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വേണം എഴുതാൻ, തെറ്റിക്കരുത്. ഈ മൈനസ് കൊണ്ട് ഇത് 3നെ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് ഇൻറ്റു എ സ്ക്വയർ ദാ മൈനസ് എ സ്ക്വയർ, മൈനസ് ഇൻറ്റു സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ, മൈനസ് ഇൻറ്റു മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി നമുക്ക് അവിടെ നോക്കിയേ സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ദാ ഇവിടെ ഏതൊക്കെയോ ടേമുകൾ ദാ നോക്കിയേ, പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസലായിപ്പോയി. പിന്നെന്താ അവിടെ ബാക്കിയുള്ളതെന്ന് നോക്കിയാണ്. ദാ ഇവിടെ ഒരു ബി സ്ക്വയർ, ഇവിടെ ഒരു ബി സ്ക്വയറും ഇല്ലേ? ആഡ് ചെയ്യുമ്പോൾ 2 ബി സ്ക്വയർ. ഈ മൈനസ് സി സ്ക്വയറും മൈനസ് സി സ്ക്വയറും കൂട്ടിയാൽ മൈനസ് 2 സി സ്ക്വയർ. ഈ 1/2 അതേപോലെ വെളിയിലുണ്ട്. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2 ബി സ്ക്വയർ, മൈനസ് സി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് 2 സി സ്ക്വയർ. ഇവിടെ നോക്കിയേ, ഈ രണ്ട് ടേമിനകത്തും 2 കോമൺ ഇല്ലേ? ആ 2 പുറത്തെടുത്താൽ ഈ 1/2ൻ്റെ 2മായി ക്യാൻസലായി പോവില്ലേ? അപ്പോൾ ഇവിടെ ബാക്കി എന്തായിരിക്കും വരുന്നത്? ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. താണ്ടേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസറായി കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് 2 കോമൺ എടുക്കുക. എന്നിട്ട് ആ 2ഉം ഈ 1/2ൻ്റെ 2മായി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഫോമുലകൾ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫോർ എനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ബൈ സി സമം കോസ് എ മൈനസ് ബി ബൈ 2/c/2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. ഇതിൻ്റെ LHS എടുക്കുകയാണ്. എന്താ ഇതിൻ്റെ LHS? എ പ്ലസ് ബി ബൈ സി. ഇതാ LHS എടുത്തു, എ പ്ലസ് ബി ബൈ സി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ദാണ്ടേ എ ബി സി ഇത് മൂന്നിനും എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് സൈൻ ഫോമുല പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. എയ്ക്ക് എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേ? കെ സൈൻ എ. ബിക്ക് എന്താ കൊടുക്കുന്നത്? കെ സൈൻ ബി. സിക്ക് എന്താ കൊടുക്കുന്നത്? കെ സൈൻ സി. അത്രേ ഉള്ളൂ. ഫോമുല അറിയാമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. എയ്ക്ക് പകരം നമ്മൾ കെ സൈൻ എ കൊടുത്തു, ബിക്ക് പകരം കെ സൈൻ ബി കൊടുത്തു, സിക്ക് പകരം കെ സൈൻ സി കൊടുത്തു.
ഇവിടെ കൊടുക്കുന്ന ഈ ആംഗിൾ ക്യാപിറ്റലേറ്റേഴ്സാണ് കേട്ടോ, അത് ക്യാപിറ്റൽ കൊടുക്കണേ ABC കൊടുക്കുമ്പോൾ. ഇനി നോക്കിയേ, ഈ മുകളിലത്തെ രണ്ട് ടേമിലും K ഇല്ലേ, K കോമൺ എടുത്താൽ താഴത്തെ Kയുമായി ക്യാൻസലായി പോവില്ലേ? ചുരുക്കം പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ K വേണ്ട, ബാക്കി സൈൻ എ, ഇത് സൈൻ ബി, ഇത് സൈൻ സി. K എവിടെ പോയി? മുകളിലത്തെ രണ്ട് ടേമിൽ നിന്നും K എടുത്തു, അത് താഴത്തെ Kയുമായി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഇതാണ് വരുന്നത്. ഇതിൻ്റെ ന്യൂമറേറ്റർ ഒന്ന് വായിച്ചാണ് സൈൻ എ പ്ലസ് സൈൻ ബി. അതിൻ്റെ ഫോമുല നമ്മൾ എവിടെയോ കണ്ടു. ട്രിഗണോമെട്രി പഠിച്ച സമയത്ത് ഈ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ രൂപത്തിലാണ്. എന്താണ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഫോമുല? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ആ ഫോമുലയാണ് നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി താഴെ സൈൻ സി എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഫോമുലാണ്. സൈൻ എക്സിൻ്റെ ഫോമുല 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഈ രണ്ട് ഫോമുലകൾ ഇതിൻ്റെ മുകളിലും താഴെയും ഉപയോഗിക്കും. നോക്കിക്കൊള്ളുക. അപ്പോൾ സൈൻ എ പ്ലസ് സൈൻ ബി, ഇതാണ് ഫോമുല. അതാ നോക്കി, 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഈ ഫോമുല എക്സിനും വൈക്കും പകരം എയും ബി എന്ന് എഴുതിയെന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. താഴെ സൈൻ സി. സൈൻ സി എന്ന് പറയുന്നത് സൈൻ എക്സ്. സൈൻ എക്സ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ആണെങ്കിൽ സൈൻ സി എന്തായിരിക്കും? 2 സൈൻ സി ബൈ 2 കോസ് സി ബൈ 2. ഈ രണ്ട് ഫോമുലകളാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ അപ്ലൈ ചെയ്തത്. ഇനി ബാക്കി നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി പൈ. എന്താ കാരണം? ABC എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ഇൻറ്റീരിയർ ആംഗിൾ ആഡ് ചെയ്താൽ 180 ആണെന്നറിയാമല്ലോ. 180യുടെ റേഡിയൻ മെഷറാണ് ഏത്? പൈ. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് എ പ്ലസ് ബി പ്ലസ് സി പൈ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ സമ്മ് 180. എ പ്ലസ് ബി പ്ലസ് സി സമം പൈ. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ എ ബൈ 2 പ്ലസ് ബി ബൈ 2 പ്ലസ് സി ബൈ 2 എന്ത് വരും? പൈ ബൈ 2 വരും. അതിൽ നിന്ന് താണ്ടേ ഈ എ ബൈ 2 പ്ലസ് ബി ബൈ 2 ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നതെന്ന് പറയാമോ? എ ബൈ 2 പ്ലസ് ബി ബൈ 2ൻ്റെ ആൻസർ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഇത് കാണാൻ പ്ലസ് സി ബൈ 2 അപ്പുറം വെച്ചാൽ മൈനസ് സി ബൈ 2 അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയാൽ എ പ്ലസ് ബി ബൈ 2 സമം ഇതപ്പുറം പോകുമ്പോൾ പൈ ബൈ 2 മൈനസ് സി ബൈ 2. എ ബൈ 2 പ്ലസ് ബി ബൈ 2 തന്നെയാണ് ഇത് എ പ്ലസ് ബി ബൈ 2. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇത് കണ്ടോ, ഈ എ പ്ലസ് ബി ബൈ 2 അതിന് പകരം നമുക്ക് എന്തെഴുതാം? പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്ന് എഴുതാം. ഈ എ പ്ലസ് ബി ബൈ 2ൻ്റെ സ്ഥാനത്ത് പൈ ബൈ 2 മൈനസ് സി ബൈ 2 നമുക്കിവിടെ എഴുതി ചേർക്കാം. അതുമാത്രമല്ല ഒരു കാര്യം കൂടി നമുക്കവിടെ ചെയ്യാവുന്നത്, ഈ രണ്ട് 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ താണ്ടില്ലേ സൈൻ, ഇവിടെ എ പ്ലസ് ബി ബൈ 2ൻ്റെ അവിടെ എന്ത് കൊടുത്തു? പൈ ബൈ 2 മൈനസ് സി ബൈ 2. വേറെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതെ, ഈ ടേം താഴത്തെ രണ്ട് ടേം എല്ലാം അതേപോലെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു മാറ്റവും വേറെ വന്നിട്ടില്ലേ? ഇനി ഇതൊന്ന് വായിച്ചേ. സൈൻ പൈ ബൈ 2 മൈനസ് സി ബൈ 2. ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചു. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ സൈൻ പൈ ബൈ 2 മൈനസ് സി ബൈ 2ൻ്റെ ആൻസർ എന്തായിരിക്കും? കോസ് സി ബൈ 2. അപ്പോഴതാണ് അടുത്ത സ്റ്റെപ്പ്. സൈൻ പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്തായി? കോസ് സി ബൈ 2. ബാക്കി 3ഉം അതേപോലെ അതാത് സ്ഥാനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ നോക്കി എന്തോ ക്യാൻസൽ ചെയ്യാമല്ലോ. അതാണ്ടില്ലേ, ഇവിടുന്ന് കോസ് സി ബൈ 2, ഇവിടുന്ന് കോസ് സി ബൈ 2 ക്യാൻസലായി. ഇനി എന്തൊക്കെയുണ്ട് ബാക്കി? മുകളിൽ കോസ് എ മൈനസ് ബി ബൈ 2 ഉണ്ട്, താഴെ സൈൻ സി ബൈ 2. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസർ. നമ്മളാണ്ട് പ്രൂവ് ചെയ്യേണ്ട ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകൾ എല്ലാ പ്രോബ്ലങ്ങളും ഇതേ കണക്ക് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. LHS എടുത്തു, എ പ്ലസ് ബി ബൈ സി. എന്നിട്ട് എയ്ക്ക് കെ സൈൻ എ, ബിക്ക് കെ സൈൻ ബി, സിക്ക് കെ സൈൻ സി. മുകളിൽ നിന്ന് കെ കോമൺ എടുത്തു, താഴത്തെ കെയുമായി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് മുകളിൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഫോമുല, താഴെ സൈൻ എക്സിൻ്റെ ഫോമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബിക്ക് പകരം
π/2 മൈനസ് c/2 എന്ന് കൊടുക്കണം. അതാണ് a+b/2ൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ a+b/2ന് π/2 മൈനസ് c/2 എന്ന് കൊടുത്താൽ ഇത് സൈൻ π/2 മൈനസ് തീറ്റ, അത് കോസ് തീറ്റയായി മാറും. ക്യാൻസലായി പോയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസറിലേക്ക് എത്താം. ഇതൊക്കെ 2-3 ആവർത്തി എഴുതി പഠിക്കണം, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എനി ട്രയാങ്കിൾ ABC പ്രൂവ് ദാറ്റ് tan b-c/2 സമം b-c/b+c cot a/2. ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് LHS എടുത്തിട്ട് RHS എന്ന് പ്രൂവ് ചെയ്യുകയല്ല. കാരണം നമ്മൾ LHS എടുത്താലേ tan b-c/2 ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് RHS ആണ്. പ്രോബ്ലം പ്രത്യേകം നോട്ട് ചെയ്യണം, പരീക്ഷയ്ക്ക് 2-3 വട്ടം ചോദിച്ചതാണ്. RHS ആണ് നമ്മൾ എടുക്കുക. എന്താണ് RHS? b-c/b+c cot a/2. RHS എടുത്തു. എന്നിട്ട് നമ്മൾ എന്തെന്ന് പ്രൂവ് ചെയ്യും? LHS എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ RHS എടുത്തിട്ട്, എന്തിനാണ് RHS എടുത്തതെന്ന് മനസ്സിലായല്ലോ, സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യമുണ്ട്, അതുകൊണ്ടാണ്. ഈ RHSൽ ഇവിടെ ബിക്കും സിക്കും പകരം എന്തു കൊടുക്കും? കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൊടുത്തതാ ബിക്ക് കെ സൈൻ ബി, സിക്ക് കെ സൈൻ സി. അത് കണക്ക് താഴെയും ഇതാ നോക്കിയേ, ബിക്ക് പകരം കെ സൈൻ ബി, സിക്ക് കെ സൈൻ സി, താഴെയും ബിക്ക് കെ സൈൻ ബി, സിക്ക് കെ സൈൻ സി. ഈ ബിയും സി എല്ലാം ക്യാപിറ്റലേഴ്സാണ് സൈനിൻ്റെ കൂടെ എഴുതുന്നത്, കാരണം ആംഗിളാണ്. എന്നിട്ട് ഈ cot a/2 അതിൻ്റെ കൂടെ എഴുതണം. ഈ cot a/2 എഴുതാൻ മറന്നു പോകരുത്. എന്നിട്ട് നേരത്തെ ചെയ്ത കണക്ക് മുകളിലത്തെ 2 ടേമിൽ നിന്നും കെ കോമൺ എടുക്കാം, താഴത്തെ 2 ടേമിൽ നിന്നും കെ കോമൺ എടുക്കാം. ആ 2 കെയും ക്യാൻസലായി പോകും. ചുരുക്കം പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എഴുതുന്ന സമയത്ത് കെ വേണ്ട. പിന്നെ സൈൻ ബി മൈനസ് സൈൻ സി, താഴെ സൈൻ ബി പ്ലസ് സൈൻ സി, കൂടെ എന്തുണ്ട്? cot a/2. ഇത് കൂടെ എഴുതി വരണേ, വിട്ടുപോകരുത് എഴുതാൻ. ഇനി മുകളിൽ നോക്കിയേ, സൈൻ ബി മൈനസ് സൈൻ സി, ഏത് ഫോമുല? സൈൻ എക്സ് മൈനസ് സൈൻ വൈ. താഴെ സൈൻ ബി പ്ലസ് സൈൻ സി, ഏത് ഫോമുല? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. അപ്പോൾ ആ 2 ഫോമുലകൾ നമുക്കൊന്നുകൂടെ ഓർക്കാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ 2 സൈൻ എക്സ് പ്ലസ് y/2 കോസ് എക്സ് മൈനസ് y/2. സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 കോസ് എക്സ് പ്ലസ് y/2 സൈൻ എക്സ് മൈനസ് y/2. ഈ 2 ഫോമുലകളാണ് ഇതിൻ്റെ മുകളിലും താഴെ അപ്ലൈ ചെയ്യുക. മുകളിൽ അപ്ലൈ ചെയ്യുന്നത് ദാ ഈ രണ്ടാമത്തെ ഫോമുല സൈൻ എക്സ് മൈനസ് സൈൻ വൈ. ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്യുന്നത് ദാ ഈ ഫസ്റ്റ് ഫോമുല. ആ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ 2 കോസ് ബി പ്ലസ് c/2 സൈൻ ബി മൈനസ് c/2. ഡിനോമിനേറ്റർ 2 സൈൻ ബി പ്ലസ് c/2 കോസ് ബി മൈനസ് c/2. എന്നിട്ട് ഈ cot a/2 കൂടെ എഴുതണം. ഈ ഫോമുലയ്ക്കകത്ത് എന്ത് മാറ്റമാണ് വന്നേ? എക്സിനും വൈക്കും പകരം ബി എന്നും സി എന്നും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ബിയും സിയുമാണ് ആംഗിൾസ്. അപ്പോൾ എക്സിനും വൈക്കും പകരം ബിയും സിയും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നോക്കിയേ, മുകളിലും താഴെയും നമുക്കൊരു 2 ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസലായി. ബാക്കി ഇത് കണ്ടോ? എന്നിട്ട് ഇത് നോക്കിയേ, കോസ് ബി പ്ലസ് c/2 ബൈ സൈൻ ബി പ്ലസ് c/2. വാട്ട് ഈസ് കോസ് ബൈ സൈൻ? കോട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? കോട്ട് ബി പ്ലസ് c/2. ഇത് രണ്ടും കൂടെ നോക്കിയേ, സൈൻ ബി മൈനസ് c/2 ബൈ കോസ് ബി മൈനസ് c/2. വാട്ട് ഈസ് സൈൻ ബൈ കോസ്? ടാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടാൻ ബി മൈനസ് c/2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എഴുതുമ്പോഴത്തേന് ഉണ്ട് ഇത് ഈ സർക്കിൾ, ഇത് കോട്ട് ബി പ്ലസ് c/2 ആകും. ഇത് ടാൻ ബി മൈനസ് c/2 കൂടെ എന്തുണ്ട്? cot a/2. ഈ 2 ക്യാൻസലായി പോയി. ഇനി നാട്ടെ ഇത് കണ്ടോ, ഈ ബി പ്ലസ് c/2. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എ പ്ലസ് b/2വിനെ π/2 മൈനസ് c/2 എന്ന് എഴുതിയത് ഓർമ്മയുണ്ടല്ലോ. അതേപോലെ ബി പ്ലസ് c/2ന് നമുക്ക് എന്തെഴുതാം? π/2 മൈനസ് a/2 എന്നെഴുതാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. കോട്ട് ഈ ബി പ്ലസ് c/2ന് പകരം π/2 മൈനസ് a/2. ഈ മാറ്റം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഈ 2 ടേം ഇത് രണ്ടും അതേപോലെ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മാത്രമാണ് മാറ്റം വന്നത്. ബി പ്ലസ് c/2 π/2 മൈനസ് a/2. സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് റെഫർ ചെയ്തേക്കണം. ഇനി ഇത് കണ്ടോ, കോട്ട് π/2 മൈനസ് a/2. ഇത് കോട്ട് π/2 മൈനസ് തീറ്റ. അതാ ഈ ടേമാണ്. എന്താണ് കോട്ട് π/2 മൈനസ് തീറ്റ? ടാൻ തീറ്റ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ടാൻ a/2. അപ്പോൾ ഇതിന് നമുക്ക് ടാൻ a/2 എന്ന് എഴുതാം. ബാക്കി രണ്ടും അതേപോലെ കൂടെ ഉണ്ട്, ഒരു മാറ്റവും നമ്മളവിടെ വരുത്തിയിട്ടില്ല.
അപ്പോൾ കോട്ട് π/2 മൈനസ് a/2 ടാൻ a/2 ആയി. അടുത്ത സ്റ്റെപ്പിൽ ടാൻ തീറ്റ 1/cot തീറ്റയാണെന്നറിയാമല്ലോ. അപ്പോൾ ടാൻ a/2 നമുക്ക് 1/cot a/2 എന്ന് എഴുതാം. ബാക്കി രണ്ടും അതേപോലെ കൂടെ, അവിടെ ഒന്നും ഒരു മാറ്റമില്ല കേട്ടോ, ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി താഴോട്ട്. ടാൻ a/2 1/cot a/2. അപ്പോഴെന്താ സംഭവിച്ചേ? ഇവിടുന്ന് ഒരു cot a/2, ഇതിൽ നിന്നൊരു cot a/2 ക്യാൻസലായി. മുകളിലും താഴേന്ന് cot a/2 ക്യാൻസലായി. ബാക്കി എന്തുണ്ട് അവിടെ ബാക്കിയായിട്ട്? ഇത് മാത്രം, ടാൻ b മൈനസ് c/2. ക്വസ്റ്റിനകത്തേക്ക് മുകളിലേക്ക് നോക്കിയാണ്, അതിൻ്റെ LHS എന്താണ്? ടാൻ b മൈനസ് c/2. നമ്മൾ അവിടം വരെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ RHS എടുത്തിട്ട് നമ്മൾ എന്തെന്ന് പ്രൂവ് ചെയ്തു? LHS എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ നന്നായിട്ടൊന്ന് എഴുതി പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നല്ലതുപോലെ 2-3 വട്ടം ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം എഴുതി പഠിച്ചേക്കണം. അടുത്ത ഒരു ചോദ്യത്തിലേക്ക്. 2 trees A and B are on the same side of a river. From the point C in the river, the distance of the trees A and B is 250 and 300 meter respectively. If the angle C is 45 degree, find the distance between the trees. ക്വസ്റ്റ്യൻ ഇതാണ്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ നീല കളറിൽ കാണുന്ന 2 ലൈൻസ് ഇല്ലേ, അതിൻ്റെ ഇടയ്ക്കാണ് റിവർ എന്ന് കരുതിക്കൊള്ളണം. ആ റിവറിൻ്റെ കരയാണ് ഈ 2 ബ്ലൂ കളറെന്ന് കരുതുക. ഇതിൻ്റെ ഇടയ്ക്കൂടാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. അതിൻ്റെ ഒരേ സൈഡിലുള്ള 2 ട്രീസാണ് എയും ബിയും. എ ആൻഡ് ബി ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ റിവർ. അതാണ്ടില്ലേ, ഈ റിവറിൻ്റെ ഒരേ സൈഡിൽ തന്നെയാണ് 2 ട്രീ, എയും ബിയും 2 ട്രീ ആണ് എയും ബിയും. അത് ഈ റിവറിൻ്റെ ഒരേ സൈഡിൽ തന്നെ നിൽക്കുന്ന 2 മരങ്ങളാണ് എയും ബിയും. ഫ്രം ദ പോയിൻ്റ് സി ഇൻ ദ റിവർ, സി എന്നത് റിവറിലെ പോയിൻ്റാണ്. ഇതാണ് സി, റിവറിലെ പോയിൻ്റാണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ട്രീസ് എ ആൻഡ് ബി, അതായത് ഈ പോയിന്റിൽ നിന്ന് എ എന്ന ട്രീയിലേക്കുള്ള ദൂരം 250 മീറ്ററും ബി എന്ന ട്രീയിലേക്കുള്ള ദൂരം 300 മീറ്ററുമാണെന്നാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ സി എന്നത് റിവറിലെ പോയിൻ്റാണ്. സിയിൽ നിന്ന് എ എന്ന ട്രീയിലേക്കുള്ള ദൂരം 250 മീറ്റർ, അതേ പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 300 മീറ്ററാണ്. ഇഫ് ദ ആംഗിൾ സി ഈസ് 45, അതാണ്ട് ഇവിടെ ഈ ആംഗിൾ സി ഉണ്ടല്ലോ, അതായത് ഈ സി എന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രീസ്. 2 മരങ്ങൾക്കിടയ്ക്കുള്ള ദൂരം കാണണം. മരങ്ങൾക്കിടയ്ക്കുള്ള ദൂരം എന്ന് പറഞ്ഞാലേ ഈ എ ബി അല്ലേ നമുക്ക് കാണേണ്ടത്, എയും ബിയുമാണ് ട്രീസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രീസ് എന്ന് പറഞ്ഞാൽ ഈ എ ബിയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ബി എന്ന സൈഡിൻ്റെ ലെങ്ത് കാണാൻ നമുക്ക് ലാ ഓഫ് കൊസൈൻ ഫോമുല ഉണ്ടല്ലോ, കൊസൈൻ ഫോമുല, നമുക്കത് ഉപയോഗിക്കാം. കൊസൈൻ ഫോമുല യൂസ് ചെയ്താൽ നമുക്ക് കാണേണ്ടത് എ ബി. അപ്പോൾ എ ബി സ്ക്വയറാണ് ഫോമുലയ്ക്കകത്ത് വരുന്നത്. ഓർമ്മയുണ്ടല്ലോ, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ എന്ന ഫോമുല. അപ്പോഴവിടെ ഈ സൈഡ് എ ബി. അപ്പോഴത് ഈ കൊസൈൻ ഫോമുല വെച്ച് നമുക്ക് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ബാക്കി 2 സൈഡ് ഏതൊക്കെയാണ്? എ സിയും ബി സിയും അല്ലേ. അപ്പോൾ ഫോമുല എങ്ങനെ മാറും? എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ മൈനസ് 2ac/bc. ഇനി ആ 2 സൈഡുകൾ ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര? 45 അല്ലേ. അതിൻ്റെ കോസ് ഇതാ ഇവിടുത്തെ ആംഗിൾ സി ആണ്, കോസ് സി. ഇത് കൊസൈൻ ഫോമുലയാണ്. അപ്പോൾ എ ബി എന്ന സൈഡിൻ്റെ ലെങ്താണ് കാണേണ്ടത്. അതിന് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ മൈനസ് 2ac/bc. ആ സി എന്ന ആംഗിൾ അതിൻ്റെ കോസ് സി. ഇതാണ് ഫോമുല. നടുക്ക് മൈനസാണ്. ഇതേത് ഫോമുലയാണ്? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ab കോസ് അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ. എ സിക്കും ബി സിക്കും ഇടയിലുള്ള ആംഗിളാണ് ഇവിടെ വരിക. എ സിക്കും ബി സിക്കും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ സി ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോസ് സി എന്ന് എഴുതാനുള്ള കാരണം. ഇത് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എ സി എത്രയാ? 250. അപ്പോൾ എ സി സ്ക്വയർ 250യുടെ സ്ക്വയർ. ബി സി ഇതെല്ലാം പടത്തിനകത്തുണ്ട്. ബി സി എത്ര? 300. അപ്പോൾ ബി സി സ്ക്വയർ 300ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ സിക്ക് 250
ബി സിക്ക് 300, സി എന്ന് പറയുന്ന എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി. എന്നിട്ട് കോസ് 45ൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, 1/√2. ആ വാല്യൂ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? AB² ആണ്. AB² ആണ്. ഇത് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കേട്ടോ. AB² ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ. കോസ് 45 1/√2 ആണ്. AB² കിട്ടിയാൽ അതിൽ നിന്ന് AB കാണാൻ ഇവിടെ കിട്ടുന്ന ആൻസറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ABയുടെ സ്ക്വയർ കിട്ടും. AB കിട്ടാൻ ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം.